knapsack problem ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, knapsack കൈൻഡ് ഓഫ് എ ഷോൾഡർ ബാഗ് വിത്ത് ലിമിറ്റഡ് വെയിറ്റ് കപ്പാസിറ്റി. knapsack പറയുമ്പോൾ ഒരു ബാഗ് പോലെ തന്നെയാണ്, അതിനൊരു ലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി വരെ അത് സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, എ ഫ്യൂ ഐറ്റം ഈച്ച് ഹാവിങ് സം വെയിറ്റ് ആൻഡ് വാല്യൂ. അതിലുള്ള ചില ഐറ്റംസിന് വെയിറ്റും അതേപോലെ തന്നെ വാല്യൂ ഉണ്ടായിരിക്കും. അടുത്ത് ദ പ്രോബ്ലം സ്റ്റേറ്റ് ആണ് പറയാനുള്ളത്. വിച്ച് ഐറ്റം ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ടു ദ knapsack സച്ച് ദാറ്റ് ദ വാല്യൂ ഓർ പ്രോഫിറ്റ് ഒബ്റ്റെയിൻഡ് ബൈ പുട്ടിംഗ് ദ ഐറ്റം ഇൻ ടു ദ knapsack ഈസ് മാക്സിമം. അതായത് ഈ വാല്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഒബ്റ്റെയിൻ ചെയ്യുന്നത് മാക്സിമം ആയിരിക്കും. അടുത്ത പോയിന്റ്, ആൻഡ് ദ വെയിറ്റ് ലിമിറ്റ് ഓഫ് ദ knapsack ഡസ് നോട്ട് എക്സീഡ്. അതായത് ഇതിൻ്റെ വെയിറ്റ് ലിമിറ്റ്, ഈ knapsackൻ്റെ വെയിറ്റ് ലിമിറ്റ് ഡസ് നോട്ട് എക്സീഡ്. അടുത്ത പറയാനുള്ള knapsackൻ്റെ പ്രോബ്ലം വേരിയൻസ് ആണ്. knapsack പ്രോബ്ലം ഹാസ് ദ ഫോളോവിങ് ടു വേരിയൻസ്. രണ്ട് വേരിയൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഫ്രാക്ഷണൽ knapsack പ്രോബ്ലം. സെക്കൻഡ് വൺ, 0/1 knapsack പ്രോബ്ലം. അതിൽ പറയാനുള്ളത് 0/1 knapsack പ്രോബ്ലം ആണ് പറയാനുള്ളത്. ഇൻ 0/1 knapsack പ്രോബ്ലം താഴെ പോയിന്റ്സ് കാണാം. അതിൽ ഫസ്റ്റ് പോയിന്റ്, ആസ് ദ നെയിം സജസ്റ്റ് ഐറ്റംസ് ആർ ഇൻഡിവൈസിബിൾ ഹിയർ. അതായത് ഈ ഐറ്റംസൊക്കെ ഇൻഡിവൈസിബിൾ ആയിരിക്കും 0/1 knapsack പ്രോബ്ലത്തിൽ. പിന്നെ വി കനോട്ട് ടേക്ക് ദ ഫ്രാക്ഷൻ ഓഫ് എനി ഐറ്റം. ഫ്രാക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഐറ്റത്തിൻ്റെ. അടുത്തത്, വി ഹാവ് ടു എയ്തർ ടേക്ക് ആൻ ഐറ്റം കംപ്ലീറ്റ്ലി ഓർ ലീവ് ഇറ്റ് കംപ്ലീറ്റ്ലി. അതായത് ഈ ഐറ്റത്തിന് വി ഹാവ് ടു എയ്തർ ടേക്ക് ആൻ ഐറ്റം കംപ്ലീറ്റ്ലി ഓർ ലീവ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഐറ്റത്തിനെ കംപ്ലീറ്റ്ലി എടുക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലീവും ചെയ്യാം. അടുത്തത്, ഇറ്റ് ഈസ് സോൾവ്ഡ് യൂസിങ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. ഇത് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ്. അടുത്ത 0/1 knapsack പ്രോബ്ലം യൂസിങ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ് പറയാനുള്ളത്. കൺസിഡർ knapsack വെയിറ്റ് കപ്പാസിറ്റി ഈക്വൽ ടു W. knapsackൻ്റെ വെയിറ്റ് കപ്പാസിറ്റി ഈക്വൽ ടു W എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഐറ്റംസ് ഈച്ച് ഹാവിങ് സം വെയിറ്റ് ആൻഡ് വാല്യൂ ഈക്വൽ ടു N. നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് N പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. 0/1 knapsack problem is solved using dynamic programming in the following steps. ഫോളോയിങ് സ്റ്റെപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് 0/1 knapsack പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടാണ് ഈ 0/1 knapsack പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ എ ടേബിൾ സേ T വിത്ത് n+1 നമ്പർ ഓഫ് റോസ് ആൻഡ് W+1 നമ്പർ ഓഫ് കോളംസ്. ടേബിളിൻ്റെ നെയിം T ആണ്, n+1 നമ്പർ ഓഫ് റോസും അതേപോലെ തന്നെ W+1 നമ്പർ ഓഫ് കോളംസ് ആണ് ഇതിലുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, ഫിൽ ഓൾ ദ ബോക്സസ് ഓഫ് 0th റോ ആൻഡ് 0th കോളം വിത്ത് സീറോസ് ആസ് ഷോൺ ബിലോ. താഴെ കാണാൻ ടേബിളിൽ 0th റോയും അതേപോലെ 0th കോളം വിത്ത് സീറോസ്. 0th റോയും 0th കോളവും കംപ്ലീറ്റ് 0 ആയിരിക്കും. താഴെ ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പ് 2 ആണ് പറയാനുള്ളത്. സ്റ്റാർട്ട് ഫില്ലിംഗ് ദ ടേബിൾ റോ വൈസ് ടോപ്പ് ടു ബോട്ടം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. യൂസ് ദ ഫോളോയിങ് ഫോർമുല. ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നത് റോ വൈസ് ടോപ്പ് ടു ബോട്ടം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. യൂസ് ദ ഫോളോയിങ് ഫോർമുലയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. T of ij ഈക്വൽ ടു മാക്സ് T of i - j, j വാല്യൂ ഓഫ്
value I plus t of I minus 1 comma j minus weight I. Here t of I comma j equal to maximum value of the selected item. If we can take items 1 to I and have weight restriction of j, this step leads to completely filling the table. ഈ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് ഈ ടേബിളൊക്കെ ഫില്ല് ചെയ്യാം. Then value of the last box represents the maximum possible value that can be put into the knapsack. ലാസ്റ്റ് ബോക്സിൽ ഉള്ള വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാക്സിമം പോസിബിൾ വാല്യൂ ആണ്. അടുത്ത സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ ടു ഐഡൻറ്റിഫൈ ദ ഐറ്റംസ് ദാറ്റ് മസ്റ്റ് ബി പുട്ട് ഇൻ ടു ദ knapsack ടു ഒബ്റ്റെയിൻ ദ മാക്സിമം പ്രോഫിറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇത് ഐറ്റംസിനെ. അതിൽ ഫസ്റ്റ് പോയിന്റ് കാണാം, കൺസിഡർ ദ ലാസ്റ്റ് കോളം ഓഫ് ദ ടേബിൾ. ലാസ്റ്റ് കോളം ഓഫ് ദ ടേബിളാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ട് സ്കാനിങ് ദ എൻട്രീസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ഇത് സ്കാൻ ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാ വെച്ചാൽ ബോട്ടം ടു ടോപ്പ് ഉള്ള എൻട്രീസൊക്കെ സ്കാൻ ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്, ഓൺ എൻകൗണ്ടറിങ് ആൻഡ് entry whose value is not same as the value stored in the entry immediately about it, mark the row label of that entry. ഈ ടേബിളിലുള്ള റോ ലേബൽ ഓഫ് ദ എൻട്രി മാർക്ക് ചെയ്യും. അതായത് on encountering an entry whose value is not same as the value stored in the entry immediately about it. ഈ എൻട്രി ചെയ്യുന്ന വാല്യൂ നോട്ട് സെയിം അല്ലെങ്കിൽ ഈ സ്റ്റോർഡ് വാല്യൂ ആയിട്ട് മാച്ച് അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യും. എന്നിട്ട് മാർക്ക് ചെയ്യും ദ റോ ലേബൽ ഓഫ് ദ എൻട്രി. ആഫ്റ്റർ ഓൾ ദ എൻട്രീസ് ആർ സ്കാൻഡ്, the marked labels represent the items that must be put into the knapsack. അതിനുശേഷം എല്ലാ എൻട്രീസും സ്കാൻ ചെയ്യും. The marked labels represent the item that must be put into the snap. മാർക്കഡ് ലേബിൾസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഐറ്റത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് that must be put into the knapsackലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നുള്ള ടൈം കോംപ്ലക്സിറ്റി ആണ്. ഈച്ച് എൻട്രി ഓഫ് ദ ടേബിൾ റിക്വയർസ് കോൺസ്റ്റൻറ്റ് ടൈം തീറ്റ ഓഫ് 1 ഫോർ ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. It takes theta of nw time to fill n+1 w+1 table entries. It takes theta of n time for tracing the solution, since tracing process traces the n rows. Thus, overall theta of nw time is taken to solve 0 by 1 knapsack problem using dynamic programming.